ഹായ് അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന വിധത്തിലുള്ള വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല രുചികരമായിട്ടുള്ളൊരു ക്രീമി ആയിട്ടുള്ളൊരു അറേബ്യൻ മാംഗോ പുഡിംഗ് ആണ്. മാങ്ങ നല്ല സുലഭമായിട്ട് കിട്ടുന്ന ഈ ഒരു സമയത്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പുഡിംഗ് തന്നെയാണിത്. അപ്പോൾ ഇതിനു വേണ്ടി ഞാനിവിടെ 2 നല്ല പഴുത്ത മാങ്ങ എടുത്തിട്ടുണ്ട്. നല്ല മധുരമുള്ള മാങ്ങ തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇപ്പോൾ ഈ ഒരു മാങ്ങ കുറച്ച് മാത്രം ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കി മാങ്ങ മുഴുവനും വലിയ പീസുകളാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം വലിയ പീസുകളാക്കി കട്ട് ചെയ്തെടുത്തിട്ടുള്ള മാങ്ങ മുഴുവനായിട്ടും ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാനുള്ളതാണ്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നിങ്ങൾ എടുക്കുന്ന മാങ്ങയുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പാൽ കൂടെ ചേർത്ത് ഇത് നല്ലവണ്ണം ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നല്ല പേസ്റ്റ് ആയിട്ട് തന്നെ അരച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഈ അരച്ചെടുത്തിട്ടുള്ള ഈ ഒരു മാംഗോ അവിടെ മാറ്റി വെക്കാം. ഇനി നമുക്കൊരു കസ്റ്റാർഡ് മിക്സ് റെഡിയാക്കി എടുക്കണം. അതിനുവേണ്ടി 1/2 ലിറ്റർ പാല് ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങളുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതിപ്പോൾ ഒരു നോർമൽ മധുരമാണ് ഉണ്ടാവുക. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ കസ്റ്റർഡ് പൗഡറിലേക്ക് കുറച്ച് പാൽ കൂടെ ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സാക്കി എടുക്കാം. ഒട്ടും കട്ടകളില്ലാതെ നല്ലവണ്ണം ഒന്ന് മിക്സാക്കി എടുത്തിട്ടുള്ള ഈ ഒരു കസ്റ്റർഡ് മിക്സ് തിളച്ചുകൊണ്ടിരിക്കുന്ന പാലിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ കസ്റ്റർഡ് മിക്സ് മുഴുവനായിട്ടും ഞാൻ ഈ പാലിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ലോ ഫ്ലെയിമിലിട്ട് കസ്റ്റർഡ് പൗഡർ ഒന്ന് കുക്കായി വരുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ കസ്റ്റർഡ് ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മാംഗോ പൾപ്പിൽ നിന്നും ഒരു 3-4 ടേബിൾ സ്പൂൺ മാംഗോ പൾപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മാംഗോ പൾപ്പ് ചേർത്ത് കൊടുക്കുന്ന ആ ഒരു ക്ലിപ്പ് എൻ്റെ കയ്യിൽ നിന്നും മിസ്സായി പോയതാണ്. അപ്പം പൾപ്പ് ചേർത്ത് കൊടുത്ത ശേഷം നല്ലവണ്ണം ഒന്ന് മിക്സാക്കി എടുത്ത ശേഷം നമുക്കിതിലെ മധുരമൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ മാംഗോ കസ്റ്റർഡ് മിക്സ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫാക്കിയ ശേഷം അവിടെ മാറ്റി വെക്കാം. അപ്പം ഞാനിവിടെ കുറച്ച് ബ്രെഡിൻ്റെ അരികു വശമൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങളെടുക്കുന്ന പുഡിംഗ് ട്രേൻ്റെ വലിപ്പത്തിനനുസരിച്ച് ബ്രെഡ് എടുക്കാം. ഇപ്പം കട്ട് ചെയ്തെടുത്തിട്ടുള്ള ബ്രെഡൊക്കെ ഞാനിവിടെ പുഡിംഗ് ട്രേയിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ 2 ലെയറായിട്ടാണ് ബ്രെഡ് വെച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ലെയർ ബ്രെഡ് വെച്ച് കൊടുത്ത ശേഷം മാംഗോ കസ്റ്റർഡ് മിക്സ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് അതിനുശേഷം വീണ്ടും ബ്രെഡ് വെച്ച് കൊടുത്ത് അതിന് മുകളിലായിട്ട് വീണ്ടും കസ്റ്റർഡ് മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 2 ലെയർ ബ്രെഡ് വെച്ച് കൊടുത്ത ശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു മാംഗോ കസ്റ്റർഡ് മിക്സ് ഉണ്ടല്ലോ അത് ചൂടോടെ തന്നെ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മാംഗോ കസ്റ്റർഡ് മിക്സ് നല്ല ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നല്ല ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു ബ്രെഡിലേക്ക് ആ ഒരു മിക്സ് നല്ലോണം പിടിച്ച് കിട്ടും. അപ്പോൾ ഇതാ ഈ ഒരു മാംഗോ കസ്റ്റർഡ് മിക്സ് മുഴുവനായിട്ടും ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ എടുക്കുന്ന പുഡിംഗ് ട്രേൻ്റെ വലിപ്പത്തിനനുസരിച്ച് തന്നെ ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഇപ്പോൾ മാംഗോ കസ്റ്റർഡ് മിക്സ് മുഴുവനായിട്ടും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത ശേഷം ഇതിവിടെ തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി വേറൊരു പാത്രത്തിലേക്ക് 200 ml ഫ്രഷ് ക്രീമും മുഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മാംഗോ പൾപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മാംഗോ പൾപ്പ് ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ലാസ്റ്റ് ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ബാക്കി മാംഗോ പൾപ്പ് മുഴുവനും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇത് നല്ലവണ്ണം ഒന്ന് മിക്സാക്കി എടുക്കാം. ഈ ഒരു ക്രീം വെറുതെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു ഇത് മിക്സാക്കി എടുക്കുന്ന സമയത്ത് മധുരം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഫ്രഷ് ക്രീമിന് പകരം കുക്കിംഗ് ക്രീമൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. തിക്ക് ക്രീമോ ഫ്രഷ് ക്രീമോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം.
അപ്പോൾ ഇതാ നല്ല തണുത്ത് വന്നിട്ടുള്ള ഈ ഒരു മാംഗോ കസ്റ്റർഡ് മിക്സിൻ്റെ മുകളിലേക്കായിട്ട് നമ്മളിപ്പോൾ റെഡിയാക്കി എടുത്തിട്ടുള്ള ആ ഒരു മാംഗോ ഫ്രഷ് ക്രീമിൻ്റെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ, അത് ഇതിൻ്റെ മുകളിലേക്ക് മുഴുവനായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള മാംഗോ പൾപ്പ് ഒരു സ്പൂൺ വെച്ച് ഇതുപോലെ അവിടെ ഇവിടെയായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഡെക്കറേറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇത് പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന വിധത്തിലാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ ഇതാ പൾപ്പ് ഞാൻ അവിടെ ഇവിടെയായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ടൂത്ത് പിക്കോ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം. ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്താൽ മാത്രം മതി. ഇനി ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ കാണാനുള്ളൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള മാങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഫസ്റ്റ് ബ്രെഡ് ലെയർ ചെയ്തെടുക്കുന്ന സമയത്ത് അതിൻ്റെ മുകളിലേക്കും ഇതുപോലെ മാങ്ങയുടെ പീസുകൾ ഇട്ട് കൊടുക്കാവുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ മറന്നതാണ് അത് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ അതാ ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ മാംഗോയുടെ പീസുകൾ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഈ ഒരു മാംഗോ പീസ് കടിക്കാൻ വേണ്ടി കിട്ടുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇനിയിപ്പോൾ ഇത് ഒരു ക്ലിംഗ് റാപ്പോ എന്തെങ്കിലും വെച്ച് നന്നായിട്ടൊന്ന് കവർ ചെയ്ത ശേഷം ഒരു 4-5 മണിക്കൂറൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. ഇത് തണുപ്പിച്ച് തന്നെ കഴിക്കണം. തണുപ്പിച്ച് കഴിക്കുമ്പോഴാണ് ഇതിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പം നന്നായിട്ട് തണുത്തിട്ടുള്ള ഈ ഒരു മാംഗോ പുഡിങ് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ ഇത് ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതാ ഈ ഒരു പുഡിങ് ഞാനിവിടെ കട്ട് ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ക്രീമി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന വിധത്തിലുള്ള നല്ലൊരു പുഡിംഗ് ആണിത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പുഡിംഗ് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മാങ്ങ നല്ല സുലഭമായിട്ട് കിട്ടുന്ന ഈ ഒരു സമയത്ത് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതോടൊപ്പം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം മറ്റൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.